നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷ് ടേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 1985. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ആൻസർ പലർക്കും അറിയാം. എൻ്റെ ക്ലാസ് സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് എൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എങ്കിലും ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഫോർ, ബിഫോർ, സിൻസ്, ബൈ. അപ്പോൾ നമ്മളിവിടെ ടെൻസ് നോക്കുമ്പോൾ ഹാവ് ബീൻ ലിവിങ് ഇതെന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ടൈമിംഗ് വേർഡ് ആയിട്ട് എഴുതുന്ന സംഭവങ്ങളാണ് ഏതൊക്കെ? ഫോറും സിൻസും. ഇതൊക്കെയാണ് ഫോറും സിൻസും. ഫോർ എന്തിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നു? ഒരു കാലയളവിന്റെ മുന്നിൽ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു. എന്നാൽ സിൻസോ പോയിന്റ് ഓഫ് ടൈമിന്റെ അല്ലെങ്കിൽ നിശ്ചിത സമയത്തിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടൈം എന്ന് പറയും. പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത സമയമാകാം, ഒരു നിശ്ചിത വർഷമാകാം, ഒരു നിശ്ചിത തീയതിയാകാം, ഒരു നിശ്ചിത ദിവസമാകാം, ഒരു നിശ്ചിത ആഴ്ചയാകാം. അങ്ങനെയുള്ള ഒരു പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുക എന്തുമാകാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 1985 ആണ് വന്നിരിക്കുന്നത്. 1985 എന്ന് പറയുന്നതാണ് ഒരു നിശ്ചിത വർഷമാണ്. ആ ഒരു നിശ്ചിത വർഷം വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ ഇവിടെ എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ? സിൻസ് ആണ് എഴുതേണ്ടത്. കാരണം പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നത് സിൻസ് ആണ്. 1985 എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ടൈം ആണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്തേ വരത്തുള്ളൂ? സിൻസ് ആണ് ഇവിടെ ആൻസർ ആയി വരിക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഐ വെയർ എ മില്യനെയർ ഐ ഡാഷ്. ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഐ വെയർ എന്ന് പറയുമ്പോൾ ഇത് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇഫ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ തുടർന്നുള്ള ക്ലാസ് എങ്ങനെയായിരിക്കണം വരേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ, ഐ വിൽ ബൈ എ കാർ, ഐ വുഡ് ഹാവ് ബീൻ ബോട്ട് എ കാർ, ഐ വുഡ് ബൈ എ കാർ. നമുക്കറിയാം ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ തുടർന്ന് വരേണ്ട ഭാഗം വില്ല്, ഷാൾ, ക്യാൻ, മേ എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. പ്ലസ് വെർബ് എന്നുള്ള രീതിയിലാണ്. അതുപോലെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് പ്ലസ് വെർബ് എന്നുള്ള രീതി വേണം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്ന രീതിയിൽ വരണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ഇതേതാണ്? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. വുഡ് വന്നു, പിന്നെ ബൈ എന്ന് പറയുന്ന V1 ഫോമാണ്. അപ്പോൾ ഇഫ് ഐ വർ എ മില്യനെയർ ഐ വുഡ് ബൈ എ കാർ എന്ന രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പുട്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാറ്റിവെക്കുക എന്നാണ്. പിന്നത്തേക്ക് മാറ്റിവെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അസ്യൂം എന്ന് വെച്ചാൽ എന്താ? സങ്കല്പിക്കൽ, കരുതുക എന്നാണ് അർത്ഥം. റിക്കവർ വീണ്ടെടുക്കുക, സുഖം പ്രാപിക്കുക എന്നൊരർത്ഥമുണ്ട്. എക്സ്റ്റിങ്ക്വിഷ് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക. മാറ്റിവെക്കുക എന്നുള്ളതിൻ്റെ ഏതാണ്? പോസ്റ്റ്പോണ്ട് ആണ്. എന്താണ്? പോസ്റ്റ്പോണ്ട്. അപ്പോൾ പുട്ട് ഓഫിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അത് പോസ്റ്റ്പോണ്ട് ആണ് കറക്റ്റ് ആൻസറായി വരിക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ഡാഷ് വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അപ്പോൾ ഇത് ഇവിടെ ഓപ്ഷൻസ് വായിച്ചു നോക്കുമ്പോൾ ആൻ, എ, ദ, പിന്നെ നൺ ഓഫ് ദീസ്. അപ്പോൾ ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഏത് വരും? നമ്മൾ എ വാട്ടർ പറയാമോ അതോ ആൻ വാട്ടർ എന്ന് തരം വരത്തില്ല. കാരണം ഇവിടെ ഡബ്ല്യു വന്നുകൊണ്ട് ആൻ വേണ്ട. അപ്പോൾ ഇനി സാധ്യതയുള്ളത് എ വാട്ടർ ആണോ ദ വാട്ടർ ആണോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഇവിടെ പറയുന്നത്? വാട്ടർ ഇൻ ദ വെൽ, കിണറ്റിലെ വെള്ളം, കിണറ്റിൽ ഉള്ള വെള്ളം ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വെച്ചാൽ കുടിക്കാൻ അനുയോജ്യമല്ല, അല്ലെങ്കിൽ അത് കുടിക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം എവിടെയുള്ള വെള്ളമാണ്?
കിണറ്റിലുള്ള വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിനൊരു പെക്യുലാരിറ്റി ഉണ്ട്, ഒരു പ്രത്യേകതയുണ്ട്, സ്പെസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ ഏതായിരിക്കണം? ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദ ആയിരിക്കും. അതാണ് ദ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ ദ വാട്ടർ ഇൻ ദ വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് പ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലോ എന്നോ അല്ലെങ്കിൽ മദർ ഇൻ ലോ എന്നോ അല്ലെങ്കിൽ ബ്രദർ ഇൻ ലോ എന്നോ ഒക്കെ വരും, അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. PSC മിക്കപ്പോഴും ഈ സൺ ഇൻ ലോ വെച്ചുകൊണ്ടാണ് കൂടുതലും ചോദിച്ച് കാണുന്നത്. അതിന് വരെ പറയുകയാണെങ്കിൽ അടുത്തുള്ള പരീക്ഷയ്ക്ക് ബ്രദർ ഇൻ ലോ ആവും അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ ആവും. അപ്പം എന്തായാലും ഇവിടെ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഒറ്റ റൂളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സിംഗുലറും പ്ലൂറലും എന്തിനു മാത്രമേ ഉള്ളൂ? നൗൺ ഫോംസിന് മാത്രമാണ്. നൗൺ ഫോംസിനും പിന്നെ വെർബ് ഫോംസിനും ഉണ്ട്. എങ്കിൽ പൊതുവെ പറയുകയാണെങ്കിൽ നൗൺ ഫോംസിനാണ് സിംഗുലറും പ്ലൂറലും ഉള്ളത്. ഓക്കെ, പൊതുവെ പറയാം. അപ്പോൾ അങ്ങനെ ഈ തന്നിരിക്കുന്നതിനകത്ത് ഇതൊരു ഫ്രേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൺ ഇൻ ലോ എന്ന് പറഞ്ഞിട്ട് ഫ്രേസ് ആണ് വന്നിരിക്കുന്നത്. അതിലെ നൗൺ ഫോമിൽ നിൽക്കുന്ന ഏതാണെന്ന് നോക്കണം. നമുക്കറിയാം ഇന്നെന്താ? ഇന്നെന്ന് പറയുന്നത് പ്രിപ്പോസിഷനാണ്. ലോ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാ ഈ സണ്ണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന സംഭവമാണ് ഈ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു അഡ്ജക്റ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ഈ സണ്ണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി, അതായത് നിയമപരമായിട്ടുള്ളത് എന്ന രീതിയിലാണ്. അപ്പം ലീഗലി എന്നൊരർത്ഥമാണ് ഇവിടെ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അഡ്ജക്റ്റീവായിട്ട് എടുക്കാം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ നൗണായിട്ട് വന്നിരിക്കുന്ന ഏതാണ്? ഈ സണ്ണാണ്. അപ്പം നമ്മൾ പറഞ്ഞു നൗൺ ഫോമിനാണ് സിംഗിളും പ്ലൂറലും ഉള്ളത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ പ്ലൂറലായി വരേണ്ടത് എന്താ? സൺ മാത്രം പ്ലൂറലായാൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ ആയി. അപ്പോൾ അത് പ്ലൂറൽ ഫോം ഓഫ് സൺ ഇൻ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും സൺ ഇൻ ലോസ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, പിന്നെ എങ്ങനെ പറയാവൂ? എവിടെ മാത്രമാണ് നൗൺ മാത്രമേ പ്ലൂറലാക്കാവൂ ഈ തന്നിരിക്കുന്നതിനകത്ത്. ഇവിടെ നൗൺ സണ്ണാണ്. അങ്ങനെ അപ്പോൾ അതിനെ പ്ലൂറലാക്കി എഴുതുമ്പോൾ നമുക്ക് എന്തൊരു സൺസ് ഇൻ ലോ എന്ന് വരും. ഇതാണ് സൺസ് ഇൻ ലോ. അതുപോലെ തന്നെ ബ്രദേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെയാണ് മദേഴ്സ് ഇൻ ലോ, അതുപോലെ തന്നെയാണ് ഫാദേഴ്സ് ഇൻ ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, സൺസ് ഇൻ ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ തരത്തിലുള്ള ചോദ്യം PSC പലപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് ഓഫ് മൈ 2 daughters ഷീല ഈസ് ദ. നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ദ എന്ന് പറയുന്ന സംഭവം കണ്ടാൽ ഉടനെ എന്തെഴുതി വെക്കണമെന്ന്? സൂപ്പർലേറ്റീവ് ഡിഗ്രി എഴുതി വെക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഭവം ശരിയാണ്. ദ വന്നു കഴിഞ്ഞാൽ പിന്നീട് വരേണ്ട സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് എന്നാണ് എന്താണ് പൊതുവായിട്ടുള്ള റൂൾ. എന്നാൽ ഏതൊരു നിയമവും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു എക്സെപ്ഷണൽ റൂൾസ് ഉണ്ട്. വ്യത്യസ്തമായിട്ട് അവിടെ തന്നെ ചെറിയ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എന്തുവാ? ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ഒരേ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രിയും, 2 കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നുവെങ്കിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രിയും, 2ൽ കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആയിരിക്കണം. ഇവിടെ നമുക്ക് ഈ ഓഫ് മൈ 2 daughters എന്നില്ലാതെ ഇല്ലാതെ ഷീല തൊട്ട് തുടങ്ങുന്നു ആയിരുന്നുവെങ്കിൽ, ഷീല ഈസ് ദ ഡാഷ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സൂപ്പർലേറ്റീവ് എഴുതാം. ഓക്കെ, സൂപ്പർലേറ്റീവ് എഴുതാം. എന്നാൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഓഫ് മൈ 2 daughters എന്ന് പറയുന്നത്. അപ്പോൾ 2 എണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴായാലും നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2 എന്ന് കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചോണം അവിടെ 2 കാര്യങ്ങളെക്കുറിച്ച് താരതമ്യം ചെയ്യാം. ആ 2 കാര്യങ്ങളെക്കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇനി ദാ വന്നാലും വന്നില്ലേലും അവിടെ വരേണ്ട അഡ്ജക്റ്റീവ് എങ്ങനെ ആയിരിക്കണം? കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് വരേണ്ടത്. അതായത് ഇവിടെ എന്തൊക്കെ വേണ്ട? സൂപ്പർലേറ്റീവ്സ് വേണ്ട. ഇവിടെ എൽഡസ്റ്റും ഓൾഡസ്റ്റും വേണ്ട. എന്താ കാര്യം? ഇവിടെ 2 daughters എന്നെടുത്ത് പറയുന്നുണ്ട്, 2 പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ തമ്മിൽ താരതമ്യം ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. ഇനി ഇവിടെ അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയാന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് വന്നിരിക്കുന്നത് എൽഡറും ഓൾഡറുമാണ്. ഇതിൽ ഏതെഴുതും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, ഇതിൽ ഏതെഴുതും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിന് പ്രത്യേക ഉണ്ടായി. എൽഡറും ഓൾഡറും നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ്? ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ രക്തബന്ധം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽപ്പെട്ടതാണെങ്കിൽ അവിടെ നമ്മൾ എന്തേ ഉപയോഗിക്കാവൂ? എൽഡർ എന്നേ പറയാവൂ. എന്നാൽ അങ്ങനെ അല്ല എങ്കിലോ നമുക്ക് ഓൾഡർ എന്ന് പറയാം. ഇവിടെ മൈ 2 daughters എന്ന് പറയുന്നുണ്ട്, എൻ്റെ 2 പെൺകുട്ടികൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ വ്യക്തമാണ് ബ്ലഡ് റിലേറ്റഡ് ആണ്,
രക്തബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ ഇനി എൽഡറെ ഉപയോഗിക്കാവൂ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കണം? എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്, എൽഡർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നിക് സെഡ് ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ. ദ സെന്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിക് സെഡ്, നിക് പറഞ്ഞു ഐ വിൽ സ്റ്റാർട്ട് ടുമോറോ, ഞാൻ നാളെ ആരംഭിക്കുമെന്ന്. ദ സെന്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുക, തന്നിരിക്കുന്ന ഈ പറഞ്ഞ ഡയറക്റ്റ് സ്പീച്ചിനെ നോക്കുക. ഈ ഡയറക്റ്റ് സ്പീച്ച് എന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെഡ് ദാറ്റ് എന്നോ ടോൾഡ് ദാറ്റ് എന്നോ എഴുതാം. ഇനി സെഡ് ദാറ്റ് നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്? ഒബ്ജക്റ്റ് ഇല്ല എങ്കിൽ. ഇവിടെ നോക്കുമ്പോൾ നിക് സെഡ് എന്ന് പറയുന്നതിനകത്ത് ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ നിക് സെഡ് ദാറ്റ് എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. നോക്കുക, ഐ എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആരാ? നിക്കാണല്ലോ. അപ്പൊ ഐ എന്തായി മാറണം? ഹി ആയി മാറണം. അപ്പൊ ഹി ആവണം. പിന്നെ വിൽ, ഇത് നോക്കുക, സെഡ് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ഇവിടെ ടെൻസ് മാറ്റണം. വിൽ എന്താണ്? വുഡ് ആവണം. പിന്നെ സ്റ്റാർട്ട് തന്നെയായിരിക്കണം. പിന്നെ ടുമോറോ എന്നുള്ളത് എന്താവണം? ദ നെക്സ്റ്റ് ഡേ എന്നാവണം. അപ്പൊ എങ്ങനെ ആയിരിക്കണം ആൻസർ? നിക് സെഡ് ദാറ്റ് ഹി വുഡ് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ എന്ന് വരുന്നു. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? നോക്കാം, ഹി വുഡ് സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇവിടെ ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും. എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ട്രെയിൻ ഡാഷ് ബൈ ദ ടൈം സുമ റീച്ച് ദ സ്റ്റേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് സുമ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും, അതിനോടകം, ബൈ കൊണ്ട് ഉദ്ദേശിക്കും അതിനോടകം, സുമ സ്റ്റേഷനിൽ എത്തിയപ്പോഴകം തന്നെ ദ ട്രെയിൻ പോയെന്നാ പറയാം. അപ്പോൾ ഇത് മിക്കപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ കാലത്തിലെ രണ്ട് ക്രിയകൾ, രണ്ട് വെർബുകൾ വെച്ചുകൊണ്ടുള്ള ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലത്ത് രണ്ട് ക്രിയകളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം നടന്നത് ഏതോ അത് നമ്മൾ ഏത് ടെൻസിൽ ഉപയോഗിക്കണം? പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കണം. രണ്ടാമതോ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. ഇവിടെ നോക്കുമ്പോൾ റീച്ച്ഡ് സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതി എളുപ്പവഴിയുണ്ട്. ഇപ്പം നമ്മൾ രണ്ട് വെർബ് വെച്ച്, ഇപ്പോൾ ഒരു വെർബ് വരേണ്ടടുത്ത് ഡാഷും ബ്ലാങ്കും, ഒരു വെർബ് നമുക്ക് അത് സിമ്പിൾ പാസ്റ്റിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, സിമ്പിൾ പാസ്റ്റ് തരികയും ഒപ്പം ഈ ബൈ എന്നോ ബിഫോർ എന്നോ ആഫ്റ്റർ എന്നോ എന്നൊക്കെ ടൈമിംഗ് വേർഡ് ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ അവിടെ നമുക്ക് ധൈര്യമായിട്ട് ഏത് ടെൻസ് എഴുതാം? പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാം. എങ്ങനെയൊക്കെയാ? നമുക്കൊരു സെന്റൻസ് ഇതുപോലെ ക്വസ്റ്റ്യൻ ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തരുന്നു. അതിൽ ഒരു വെർബ് വരേണ്ട ഭാഗം ബ്ലാങ്ക് ഇട്ടേക്കുന്നു, രണ്ടാമത്തെ വെർബ് സിമ്പിൾ പാസ്റ്റിൽ തന്നിരിക്കുന്നു. പിന്നെ അവിടെ ആ സെന്റൻസിൽ ഈ പറയുന്ന പോലെ ബൈ എന്നോ അതുപോലെ തന്നെ ബിഫോർ എന്നോ അല്ലെങ്കിൽ ആഫ്റ്റർ എന്നോ അല്ലെങ്കിൽ സിൻസ് എന്നോ ഒക്കെ ടൈമിംഗ് വേർഡ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കണം. ഓക്കെ, ഇതാണ് ആദ്യം നടന്ന സംഭവം. ട്രെയിൻ പോയി കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യം നടന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്രിയകളെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം സുമ റീച്ച് ദ സ്റ്റേഷൻ ആൻസർ വരും. ഇനി അടുത്തത് എന്താണ്? സാം ഈസ് ടു ടയേർഡ് ഡാഷ് വാക്ക്. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്? ടു എന്ന് പറയുന്ന കോറിലേറ്റീവ് കൺജങ്ഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ടു അതറിയാവുന്നവർക്ക് ഇവിടെ പെട്ടെന്ന് ആൻസർ എഴുതാം ടു. ഓക്കെ, എന്താ ടു എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ടു അതുപോലെ ഇനഫ് ടു. ഓക്കെ, ഇപ്പൊ ടുവിന്റെ കൂടെ വരേണ്ട പിന്നെ അടുത്ത സംഭവമാണ് ടു. അപ്പൊ സാം ഈസ് ടു ടയേർഡ് ടു വാക്ക് എന്ന് ആൻസർ വരും. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ലാസ്റ്റ് ചോദ്യം. ഡ്രിങ്കിങ് ആൻഡ് ഡ്രൈവിംഗ് ഡു നോട്ട് ഗോ ടുഗദർ. ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? ഡ്രിങ്കിങ് ഡ്രൈവിംഗുമാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ഇവിടുത്തെ വെർബ് ഈ പറഞ്ഞ ഡു നോട്ട് ഗോ എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പഠിച്ച എങ്ങനെയാണ്? തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ നോക്കുമ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്, കാരണം നോട്ട് വന്നതുകൊണ്ട്. അപ്പൊ പിന്നെ ഇവിടെ വേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണ്? ഈ എയും സിയുമാണ്, ഡു ദയും ഡസ് ദയുമാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും പരിഗണിക്കേണ്ട. ഇനി നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആദ്യം എന്തിനാ സഹായക്രിയ എഴുതണം. ഇവിടെ നമുക്ക് ഇവിടുത്തെ സഹായക്രിയ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇത് ഡു. ഓക്കെ, അങ്ങനെ ഡു എന്ന് എഴുതാം. ഡു എന്ന് വന്നിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ആൻസർ ഉറപ്പിച്ചു, ഡു. ഇനി നോക്കുക, തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോട്ട് വേണ്ട, അങ്ങനെ ഡു. പിന്നെ ദേ എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ്? ഡ്രിങ്കിങ്ങിനെയും ഡ്രൈവിങ്ങിനെയുമാണ്. ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിന്റെ പ്രൊനൗൺ ആയിരിക്കണം എഴുതേണ്ടത്. അപ്പം ഡു ദേ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും?
ഡു ദേ എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.